നമസ്കാരം. താരസംഘടനയായ അമ്മയിൽ പുതുചരിത്രം. താരസംഘടനയുടെ തലപ്പത്ത് വനിതകൾ തന്നെ. ശ്വേതാ മേനോൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള വിവാദങ്ങൾക്കും സംഘടനയിലെ പൊട്ടിത്തെറികൾക്കും അതിനു പിന്നാലെ പ്രസിഡന്റ് മോഹൻലാലിന്റെ രാജിക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ ഇക്കുറി വോട്ട് രേഖപ്പെടുത്തിയത് 298 പേരാണ്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ആകെയുള്ള 504 പേരിൽ 298 പേരാണ് വോട്ട് ചെയ്തത്. ഗിന്നസ് പക്രുവാണ് അവസാനം വോട്ട് ചെയ്തത്. 2 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും എല്ലാ കാലത്തും അമ്മ ഭരണസമിതിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ വനിതകൾ കടന്നു വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് അമ്മ സംഘടനയ്ക്ക് ഒരു വനിതാ പ്രസിഡന്റും ഉണ്ടാകുന്നത്. ശ്വേതാ മേനോനെതിരെ അടുത്ത കാലത്തുണ്ടായ കേസും വിവാദങ്ങളും സഹതാപ തരംഗമായി മാറിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ പിന്തുണച്ചതും ശ്വേതയായിരുന്നു. പ്രമുഖർ ഇല്ലാതിരുന്നിട്ടും ഇത്തവണത്തെ പ്രചരണം കൊഴുത്തിരുന്നു. പരസ്യ പ്രതികരണം വിലക്കി താരസംഘടന അമ്മ അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് ഉൾപ്പെടെ നൽകിയിരുന്നു. ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുത് എന്നത് ഉൾപ്പെടെയുള്ള കർശന നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഭാരവാഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉടലെടുത്തതോടെയാണ് പരസ്യ പ്രതികരണം വിലക്കിയത്. നാടകീയ രംഗങ്ങൾക്കായിരുന്നു സംഘടന സാക്ഷ്യം വഹിച്ചിരുന്നത്. അമ്മയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചേരിതിരിഞ്ഞ താരങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന കാഴ്ചയും ജനങ്ങൾ കണ്ടു.